ഓക്കെ, നമുക്കിനി ലോഗിനെ കുറിച്ച് പറയാം. ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കുറെ പേർക്ക് ഇന്ന് കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് പണ്ടുള്ള കാലത്തുണ്ടല്ലോ ഈ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ ഈ ഭയങ്കര എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് ഭീകരമായിട്ടുള്ള പവറുകൾ, ഭയങ്കര വലിയ ലാർജ് നമ്പേഴ്സിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതിന് എളുപ്പത്തിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പണ്ടത്തെ കാലത്ത് അറൗണ്ട് ഒരു 16 ആ ടൈമിലൊക്കെ എന്തൊക്കെയാ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും കൊണ്ടുവന്ന ഈ ലോഗരിതം. അപ്പൊ ഇതിനും നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് ജസ്റ്റ് ബേസ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് ലോഗ് തന്നെ എടുക്കുമ്പോൾ പല ബേസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കേട്ടുണ്ടായിരിക്കും, ഒന്നും അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, തുടക്കത്തിൽ നിന്ന് പറഞ്ഞുതരാം. ലോഗിന് ടു ദ ബേസ് 10 ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ലോഗിന് ടു ദ ബേസ് 2 ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ലോഗിന് ടു ദ ബേസ് ഇ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ആൻഡ് അതാണ് നാച്ചുറൽ ലോഗ് എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പൊ എല്ലാ ലോഗ് ടു ദ ബേസ് 10ഉം 2 യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള അല്ലേ നാച്ചുറൽ ലോഗ്. നാച്ചുറൽ ലോഗ് എന്ന് വിളിക്കുന്ന ലോഗ് ടു ദ ബേസ് ഇ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് 2.71 അങ്ങനെ പോകുന്ന ഒരു വലിയെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് സീരീസ് വരെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ. ഓക്കെ, അത് കൺഫ്യൂഷൻ ആയി പേടിക്കേണ്ട, പറഞ്ഞുതരാം പോലെ. അപ്പൊ എന്താ, നമുക്ക് നമ്മുടെ ബേസിൽ തുടങ്ങാം. ലോഗ് ടു ദ ബേസ് 2. ഓക്കെ, ഇത് കുറച്ച് ലോഗ് ടു ദ ബേസ് 2ന്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ നോക്ക്, ഇവിടെ ഇതിനെ വിളിക്കുന്നത് ഈ കാണുന്ന LHS കാണുന്ന ലെഫ്റ്റ് ടൈമിൽ വിളിക്കുന്നത് ലോഗ് ടു ദ ബേസ് 2 ഓഫ് 1. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇത് ശരിക്കും എന്താ മീൻ ചെയ്യുന്നത് അറിയോ? ഈ 2 ഉണ്ട് ടു ദ ബേസ്, നമ്മൾ ബേസ് എടുക്കുന്ന നമ്പർ 2 റേസ് ടു എന്ത് നമ്പർ ഓക്കെ ആണ് നമുക്ക് ഈ 1 തരുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 2 റേസ് ടു എന്ത് നമ്പർ ആണ് നമുക്ക് ഈ 1 തരുന്നത്? നമുക്കറിയാം 2 റേസ് ടു 0 നമുക്ക് 1 തരുന്നത്. അപ്പൊ ലോഗ് 1 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അത്രയേ ഉള്ളൂ, അത്രയും സിമ്പിളാ. ഇനി അടുത്ത് ഇവിടെ നോക്ക്, 2 റേസ് ടു എന്ത് നമ്പർ ആണ് നമുക്ക് 2 തരുന്നത്? നമുക്കറിയാം 2 റേസ് ടു 1 ആണ് നമുക്ക് 2 തരുന്നത്. അപ്പൊ ലോഗ് 2 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ എന്ത്? 1 ആയി. അതുപോലെ ഇവിടെ നോക്ക്, 2 റേസ് ടു, അതായത് ബേസിൽ കിടക്കണം 2 റേസ് ടു എന്ത് നമ്പർ ആണ് നമുക്ക് 4 തരുന്നത്? എന്താണ്? 2 റേസ് ടു 2 ആണ് നമുക്ക് 4 തരുന്നത്. അപ്പൊ ലോഗ് 4 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2. ഓക്കെ, അതുപോലെ തന്നെ താഴെ 2 റേസ് ടു എന്ത് നമ്പർ നമുക്ക് 8 തരും? 2 റേസ് ടു 3 ആണ് നമുക്ക് 8 തരുന്നത്. അപ്പൊ അതുകൊണ്ട് ലോഗ് 8 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ 3. അതുപോലെ തന്നെ 2 റേസ് ടു 4 നമുക്ക് 16 തരും. ഓക്കെ, അതുകൊണ്ട് ലോഗ് 16 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ 4. സിമിലർ കോൺസെപ്റ്റ് തന്നെ, അതേ എക്സാമ്പിൾ തന്നെ. എന്താ? 2 റേസ് ടു 5 32, 2 റേസ് ടു 6 64, 2 റേസ് ടു 7 128, 2 റേസ് ടു 8 256, 2 റേസ് ടു 9 512. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലോഗ് റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ പറയുന്നത്. ഇത്രയും സിമ്പിൾ ആയത്. ഓക്കെ, ഇതിപ്പോ ബേസ്ഡ് 2 അല്ലേ ഞാൻ കാണിച്ചത്. ഇനി ഞാൻ ബേസ്ഡ് പല നമ്പറും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ 3 എടുക്കാം. ഓക്കെ, സെയിം കേസ് തന്നെ. നമ്മൾ അവിടെ ബേസ് 2ന് വരും, ഇവിടെ ബേസ് 3 എടുത്ത. നാച്ചുറലി ഇങ്ങനെ ബേസ് 3ഓ ബേസ് 4ഓ ഒന്നും അങ്ങനെ എടുക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് കിട്ടായിട്ട് പറഞ്ഞുതരാം. ലോഗ് ടു ദ ബേസ് 3 എടുത്തു. ഓക്കെ, നേരത്തെ വന്ന അതേപോലെ തന്നെ 3 റേസ് ടു എന്താണ് നമുക്ക് 1 തരുന്നത്? 3 റേസ് ടു 0 അല്ലേ നമുക്ക് 1 തരുന്നത്. അപ്പൊ ലോഗ് 1 ടു ദ ബേസ് 3 എന്ന് പറയുന്നത് 0. അതേപോലെ തന്നെ 3 റേസ് ടു എന്ത് നമ്പർ ആണ് നമുക്ക് 3 തരുന്നത്? നമുക്കെല്ലാവരെയും 3 റേസ് ടു 1 ആണ് നമുക്ക് 3 തരുന്നത്. അപ്പൊ ലോഗ് 3 ടു ദ ബേസ് 3 എന്ന് പറഞ്ഞാൽ 1. സെയിം കോൺസെപ്റ്റ് തന്നെ. 3 റേസ് ടു 2 നമുക്ക് 9 തരും. 3 റേസ് ടു 3 നമുക്ക് 27 തരും. 3 റേസ് ടു 4 നമുക്ക് 81 തരും. അതായത് ലോഗ് ടു ദ ബേസ് 2ൽ നമ്മൾ കണ്ട അതേ കോൺസെപ്റ്റ്, പകരം ഇവിടെ ബേസ് 3 എന്നേ ഉള്ളൂ. അതായത് ബേസിക്കലി
ഈ കാണുന്ന ബേസ് റേസ് ടു എന്ത് നമ്പർ നമുക്ക് ഈ കാണുന്ന വാല്യൂ തരും. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, 2ന്റെ കൂട്ട് തന്നെ 3 വളരെ എളുപ്പം. ഇതെല്ലാം നോക്ക്, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 3 റേസ് ടു എന്ത് നമ്പർ ഗിവ്സ് 19683 എന്ന് ചോദിച്ചാൽ 3 റേസ് ടു 9 ഗിവ്സ് 19683. കാൽക്കുലേറ്റർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, മനസ്സിലാവും. ഇനി അടുത്ത ബേസ് കാണിച്ചു തരാം. 4ഉം സെയിം സാധനം തന്നെ. 4 റേസ് ടു എന്ത് ഗീവ്സ് നമുക്ക് 1. 4 റേസ് ടു 0 ഗീവ്സ് 1. കാരണം ഇൻ നമ്പർ റേസ് ടു 0 നമുക്ക് 1 തരുമല്ലോ. അപ്പൊ എന്താ, ലോഗ് 1 ടു ദ ബേസ് 4 ഓക്കെ ഈക്വൽ ടു 0. സെയിം കോൺസെപ്റ്റ് തന്നെ താഴെ. 4 റേസ് ടു 1 ഗീവ്സ് 4. 4 റേസ് ടു 2 ഗീവ്സ് 16. 4 റേസ് ടു 3 ഗീവ്സ് 64. സെയിം കോൺസെപ്റ്റ് തന്നെ എല്ലാത്തിലും. നമ്മൾ ടു ദ ബേസ് 2ലും ബേസ് ടു ദ 3ലും പറഞ്ഞ അതേ കാര്യം തന്നെ. ഓക്കെ, എങ്ങനെ ബേസ് മാറുമ്പോൾ നമ്മളത് എടുക്കുന്നു എന്ന് മനസ്സിലായില്ല. ഇത് തന്നെ അടുത്തതിലും കാണിച്ചു തരാം. ടു ദ ബേസ് 5ല് കാണിച്ചു തരാം. ഇത് ഇവിടെ നോക്ക്. 5 റേസ് ടു എന്ത് നമ്പർ ഗീവ്സ് നമുക്ക് 1. നമുക്കറിയാം 5 റേസ് ടു 0 ഗീവ്സ് 1. സോ ലോഗ് 1 ടു ദ ബേസ് 5 ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നമ്പർ എടുക്ക്. 5 റേസ് ടു 1 എന്ത് ഗീവ്സ് 5. സോ ലോഗ് 5 ടു ദ ബേസ് 5 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, സെയിം കോൺസെപ്റ്റ് തന്നെ. 5 റേസ് ടു 2 ഗീവ്സ് 25. 5 റേസ് ടു 3 ഗീവ്സ് 125. ആൻഡ് ഇവിടെ 5 റേസ് ടു 7 ഗീവ്സ് 78125. ഓക്കെ, സെയിം കോൺസെപ്റ്റ് തന്നെ. അപ്പൊ എന്ത്, നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുക ലോഗ് 78125 എന്ന് ചോദിച്ചാൽ നമ്മളപ്പോൾ ചോദിക്കണം ടു ദ ബേസ് വാട്ട്. ഓക്കെ, ടു ദ ബേസ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 7. ഓക്കെ, ബേസ് മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ. 7 കാണിച്ചു തരാം. ഉണ്ട് ലോഗ് 7 അല്ല, ലോഗ് 1 ടു ദ ബേസ് 7 0 ഉണ്ട്. 7 റേസ് ടു 0 ഗീവ്സ് 1. 7 റേസ് ടു ഈ 7 റേസ് ടു 1 ഗീവ്സ് 7. ഈ 7 റേസ് ടു 2 ഗീവ്സ് 49. 7 റേസ് ടു 3 ഗീവ്സ് 343. 7 റേസ് ടു 4 ഗീവ്സ് 2401. സെയിം കോൺസെപ്റ്റ് തന്നെ. ലോഗ് ടു ദ ബേസ് 2ലും 3ലും 4ലും 5ലും എല്ലാം കണ്ടതേ കാര്യം തന്നെ. അത് തന്നെ അടുത്ത ഇതാണ് മിക്കവാറും എല്ലാവരും കണ്ടത്. ലോഗ് ടു ദ ബേസ് 10 സെയിം അതേ കാര്യം തന്നെ, ഒരു വ്യത്യാസം ഇല്ലാണ്ട്. 10 റേസ് ടു 0 ഗീവ്സ് 1. 10 റേസ് ടു 1 ഗീവ്സ് 10. 10 റേസ് ടു 2 ഗീവ്സ് 100. 10 റേസ് ടു 3 ഗീവ്സ് 1000. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഇതിലെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ. ഏത് നമ്പറിന്റെ ലോഗ് 1 എടുക്കുമ്പം നമുക്ക് 0 കിട്ടുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ നോക്ക്, ഇവിടെ ലോഗ് 1 എടുത്തപ്പോ എത്ര 0 ടു ദ ബേസ് 2ന്. ഇവിടെ ലോഗ് 1 എടുത്തപ്പോ എന്താ കിട്ടിയേ 0 ടു ദ ബേസ് 3ക്ക്. അതായത് ഏത് ലോഗിനും മീൻസ് ഏത് ലോഗ് 1 ടു ദ ബേസ് ഏത് നമ്പർ എടുത്താലും നമുക്ക് കിട്ടുന്നത് 0. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമതൊരു കാര്യം, ഈ കാണുന്ന ബേസും ഈ കാണുന്ന വാല്യൂവും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 ആയിരിക്കും. അതും ശ്രദ്ധിച്ചു. അതായത് ലോഗ് 2 ടു ദ ബേസ് 2, ഇവിടെയും 2 ഇവിടെയും 2, റിസൾട്ട് എന്താ 1. ഓക്കെ, അതുപോലെ തന്നെ 3 നോക്കും. ലോഗ് 3 ടു ദ ബേസ് 3 1. ലോഗ് 10 ടു ദ ബേസ് 10 1. ഓക്കെ, അത്രയേ ഉള്ളു കാര്യം. ഇതിപ്പോ ഏത് നമ്പറിന് ഇത് തന്നെ റാൻഡം ആയിട്ട് നമ്പർ 17 കാണിച്ചു തരാം. 17 റേസ് ടു 0 ഗീവ്സ് 1. 17 റേസ് ടു 1 ഗീവ്സ് 17. 17 റേസ് ടു 2 ഗീവ്സ് ഈ വാല്യൂ. ഇത് പിന്നെ ചുമ്മാ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതി കൂട്ടണ്ടെന്ന് വെച്ചിട്ടാ ഇങ്ങനെ എഴുതി വിട്ടെന്നേ ഉള്ളു. ഏത് നമ്പറിനും ഇത് തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ് ലോഗ്. ഇനി ലോഗിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് പറയുന്നതിന് മുമ്പ് നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞല്ലോ. എന്താ ഈ നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞുതരാം. അതായത് ലോഗ് ടു ദ ബേസ് ഇ കണ്ടോ, നേരത്തെ നമ്മൾ ഇവിടെ 2 എടുത്ത് 3 എടുത്ത് 4 എടുത്ത് 5 എല്ലാം എടുത്ത്. പക്ഷേ ടു ദ ബേസ് ഇ എന്ന് വിളിക്കുന്നതാണ് നാച്ചുറൽ ലോഗ്. അതിനെ നമ്മൾ ln എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇ എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയത്തില്ലേല്
നമ്മളെന്താ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിലെ കുറച്ച് ഭാഗം കണ്ടാൽ നമുക്ക് ഈ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ. അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ് 2.718 അങ്ങനെ പോകുന്നൊരു വാല്യൂ ആണ്. അതിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞ നമ്പർ എടുക്കുന്നത് തന്നെ. അപ്പൊ ടു ദ ബേസ് ഇ വരുന്നതിനെ നമ്മൾ നാച്ചുറൽ ലോഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നാച്ചുറൽ ലോഗിന്റെ കാണിച്ചു തരാം. ഇവിടെ വാ. അതായത് ഇവിടെ നമ്മൾ ഇ കാണിക്കത്തില്ല. ഓക്കെ, ഇവിടെ ln ഓഫ് അതായത് ലോഗ് ടു ദ ബേസ് ഇനെ ആണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബേസ് എഴുതണ്ട, കാരണം അവിടെ ബേസ് ഇ എന്നുണ്ട്. ഓക്കെ, അതിന്റെ എത്ര 1 നോക്കിക്കഴിഞ്ഞാൽ 0, അതായത് ഇ റേസ് ടു. ഓക്കെ, ഇ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് 1 എന്താണ്, ഇ റേസ് ടു 0 ഗീവ്സ് 1. ഓക്കെ, അതേപോലെ തന്നെ ഇ റേസ് ടു ഇവിടെ, അതായത് ഇവിടെ ബേസ് ഇ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളെന്താ വന്നത്, ലോഗ് ഇ എന്ന് എഴുതുന്ന അതേ സാധനം തന്നെയാണ് എൽ എൻ. ഓക്കെ, അപ്പം ഈ കാണുന്ന എൽ എൻ ഓഫ് ഇ എന്തുവാന്ന് ചോദിച്ചാൽ, അതായത് നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്തുവാന്ന് ചോദിച്ചാൽ ലോഗ് ഇ ടു ദ ബേസ് ഇ എന്ന് തന്നെ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇ റേസ് ടു 1 ഗീവ്സ് ഇ. ഓക്കെ, ഇ റേസ് ടു 2 ഗീവ്സ് ഇ സ്ക്വയർ, ഇ റേസ് ടു 3 ഗീവ്സ് ഇ ക്യൂബ്. ഓക്കെ, ഇതിനെല്ലാം ഓരോ വാല്യൂസ് ഉണ്ട്. തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ഇതാണ് ബേസിക്കലി നമ്മുടെ ലോഗ്. ഇത്രയും എളുപ്പമാണ്. ഇനി ഇതിൻ്റെ അത് അറിയേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം, എളുപ്പം കാണിച്ചു തരാം. അതായത് ഫ്രാക്ഷണൽ നമ്പർ വരുന്നതും അതല്ല, പിന്നെ ലോഗ് നെഗറ്റീവ് നമ്പേഴ്സിന് ഡിഫൈൻഡ് അല്ല എന്നുള്ളതും നാച്ചുറൽ ലോഗും എല്ലാം, അതെല്ലാം കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, എല്ലാം ഒന്നുകിൽ ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം വെച്ചിട്ടാ. ഇവിടെ അങ്ങ് എവിടെയും ഡെസിമലോ പോയിന്റോ ഒന്നും നമ്മൾ വന്നില്ല. ജസ്റ്റ് ഫ്രാക്ഷന് ഡെസിമൽസ് വിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ മേളിൽ കാണുന്ന ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞ, ഈ താഴെ കാണുന്ന നമ്മൾ ഇനി പറയാനുള്ള ഇതെന്താന്ന് കണ്ടോ, ലോഗ് 0.5 ടു ദ ബേസ് 2 ഈസ് -1. എന്താന്ന് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 റേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഈ 2 റേസ് ടു -1 ഗീവ്സ് 0.5 എന്ന് നമുക്ക് മനസ്സിലാവണം. സത്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 2 റേസ് ടു -1 എന്തുവാ ആലോചിച്ച് നോക്ക്. 1/2. 1/2 എന്താ? 0.5. അത് തന്നെയല്ലേ ഈ കാണുന്നത്. അതുപോലെ തന്നെ 2 റേസ് ടു -2 ഗീവ്സ് 0.25. 2 റേസ് ടു -2 എന്തുവാ? 1/2 റേസ് ടു 2. 1/2 റേസ് ടു 2 എന്തുവാ? 1/4. 1/4 എന്താ? 0.25. ഇനി 2 റേസ് ടു -3 ഗീവ്സ് 0.125. എങ്ങനെ വന്നു? അതേ ലോജിക്ക് ആലോചിച്ച് നോക്ക്. 2 റേസ് ടു -3 എന്ന് പറഞ്ഞാൽ എന്തോന്നാ? 1/2 റേസ് ടു 3. 1/2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 1/8. 1നെ 8 പീസാക്കി മുറിച്ച് അതിൻ്റെ അകത്ത് ഓരോ പീസും എത്ര? 0.125. അതേ കാര്യം തന്നെ ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, താഴോട്ട് പോയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ഫ്രാക്ഷൻസും ഡിവൈഡ് ചെയ്തെടുത്താൽ ഇത് തന്നെ കിട്ടും. ഇത് ജസ്റ്റ് ഡെസിമൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാന്ന് വെച്ചിട്ട് കാണിച്ചതേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, അതായത് 2 റേസ് ടു -6 നമുക്ക് എന്ത് തരും നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ തിരിച്ചു തരും, നമുക്ക് റിട്ടേൺ ചെയ്യും. നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അത് ഇതുകൊണ്ട് ജസ്റ്റ് റോ ആയിട്ട് ഇവിടെ എന്താ ഈ പറഞ്ഞ ഇൻഡിജർ വാല്യൂസോ അല്ലെങ്കിൽ ഹോൾ നമ്പർ മാത്രം പറഞ്ഞു പോകുന്നതിനെക്കാട്ടി വലുത് ഡെസിമൽ വാല്യൂസോടെ കാണിച്ചിട്ട് ഇങ്ങനെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇത് വർക്ക് ചെയ്യും, മനസ്സിലാക്കുക. ഇത് എല്ലാത്തിൻ്റെയും ബേസിൽ കാണിച്ചു തരാം. ലോഗ് ടു ദ ബേസ് 3 എടുക്ക്. ഇവിടെ നോക്ക്, 3 റേസ് ടു -1 നമുക്ക് എന്ത് വരും? 1/3 അല്ലേ? ഇതല്ലേ നമ്മൾ വന്നത്. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് 1/2 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/2 ആണെങ്കിൽ ആ 1/2ന് നമ്മൾ 0.5 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ 0.5 എന്ന് എഴുതിയില്ല, അതുപോലെ തന്നെ ഇട്ട് വെച്ച്. 3 റേസ് ടു -1 എന്ത് തരും? 1/3. 3 റേസ് ടു -2 എന്ത് തരും? 1/9. 3 റേസ് ടു -2 അങ്ങനെ 1/9 കിട്ടിയെന്ന് അറിയത്തില്ലേ? 3 റേസ് ടു -2 ഈക്വൽ ടു 1/3 റേസ് ടു 2 ഈക്വൽ ടു 1/9. അത്രയേ ഉള്ളൂ. 3 റേസ് ടു -3 gives 1/3 റേസ് ടു 3 ഈക്വൽ ടു 1/27. അതേ കോൺസെപ്റ്റ്, ഒരു മാറ്റമില്ല. ഓക്കെ, അതേ കാര്യം തന്നെ. ഇത് തന്നെ എല്ലായിടത്തും. നമുക്ക് ഇപ്പൊ ഒരു ബേസ് 5 എടുത്തെന്ന് വെച്ചു, ഇവിടെ എന്താ 5 റേസ് ടു
-1 നമുക്ക് എന്ത് വരും? 1/5. 1/5 എന്താ? ഹാഫ്. സോറി, ഹാഫ് അല്ല. 1/5 എത്ര? 0.2 അതിലേക്ക് കാണണം. ഓക്കെ. അതുപോലെ തന്നെ 5⁻⁻4 എത്ര? 1/5⁻4. അതെന്താ? 1/625. അത്രേ ഉള്ളൂ. സിമ്പിൾ കോൺസെപ്റ്റ്. ഒന്നും ടെൻഷൻ അടിക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ഒന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ സാധനം. ഏതിനെടുത്താലും ബേസ് ഇക്ക് എടുത്തെന്ന് വെച്ചാൽ ഇക്ക് ആണെങ്കിലും സെയിം സാധനം തന്നെ. അതായത് ഇവിടെ ഇ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ലോഗ് ഓഫ് ഇ ആണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. e⁻⁻1 എന്ത് വരും? e⁻⁻1 അല്ലെങ്കിൽ 1/e. e⁻⁻2 നമുക്ക് എന്ത് വരും? e⁻⁻2 അല്ലെ 1/e⁻². അതായത് e⁻⁻2 ഈക്വൽ ടു 1/e⁻2 എന്ന് വിളിച്ചാൽ എല്ലാം സെയിമാ. അത്രയുള്ള സാധനം. മനസ്സിലായില്ലേ? ഇത്ര എളുപ്പമല്ല ലോഗ്. ഇനി എക്സ്ട്രായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടല്ലോ അവിടെ, ലോഗ് ടു ദ ബേസ് 32 കാണിച്ചു തരാം. ഇവിടെ നോക്ക്. ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ. ലോഗ് ടു ദ ബേസ് 32 ആണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലോഗ് 1 നോക്കുക. ടു ദ ബേസ് 32. 32 റേസ് ടു 0 gives 1. ഓക്കെ, പക്ഷെ ഇവിടെ നോക്ക്. 32 റേസ് ടു വാട്ട് നമ്പർ gives 2? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താ? 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ചിട്ടുണ്ടോ? 32 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ശ്രദ്ധിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കൂ. 32 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 32 അല്ലേ? അപ്പൊ 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താ? 5th റൂട്ട് ഓഫ് 32. അല്ലെങ്കിൽ വാട്ട് നമ്പർ റേസ് ടു 5 gives 32? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വാട്ട് നമ്പർ റേസ് ടു 5 gives 32. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഏത് നമ്പറിന്റെ റേസ് ടു 5 ആണ് നമുക്ക് 32 തരുന്നത്? 2 അല്ലേ? 2 × 2 × 2 × 2 × 2 അതല്ലേ നമുക്ക് 35 തരുന്നത്? അപ്പൊ ഉണ്ട് 2. ഓക്കെ, അതിനൊന്ന് ആലോചിച്ച് നോക്ക്. 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5th റൂട്ട് ഓഫ് വാട്ട് നമ്പർ gives 32 എന്ന് പറഞ്ഞാൽ 2. മനസ്സിലായത്? അതായത് 32 റേസ് ടു 1/5 എന്താന്ന് നോക്ക്. അപ്പോൾ കിട്ടും 2 കിട്ടും. അതുപോലെ തന്നെ 32 റേസ് ടു വാട്ട് നമ്പർ gives 4? 32 റേസ് ടു 2/5. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. 32 റേസ് ടു 2/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? 32 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 1/5 എന്ന് എടുക്കാവേ വേണമെങ്കിൽ. അല്ലെ 32 റേസ് ടു 1/5 ദ ഹോൾ റേസ് ടു 2 എന്ന് എടുക്കാവേ. 32 റേസ് ടു 1/5 നമ്മൾ എന്താ ഓൾറെഡി കണ്ടത്? 2. ഓക്കെ, അപ്പൊ 2 കിട്ടി. ഇനി ആ 2 റേസ് ടു 2 എന്ത് കിട്ടും? 4 വരും. ഞാൻ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ 2 കിട്ടും. അത് മറ്റേ സിമ്പിൾ കോൺസെപ്റ്റ്. 32 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 32 എന്ന് അതിന്റെ മീനിങ് അറിയത്തില്ലേ? ഇത് സിമ്പിൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. ഓക്കെ, അതേ കാര്യം തന്നെ ഇവിടെ. 32 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 32 ആണെങ്കിൽ 32 റേസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ടിന് ഒരു 5th മീൻസ് റൂട്ട്. അത്രേ ഉള്ളു. 5th റൂട്ടോ അങ്ങനല്ലേ പറയുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 32 റേസ് ടു വാട്ട് നമ്പർ gives 8? 32 റേസ് ടു 3/5. ഓക്കെ, അത് അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ നേരത്തെ വന്നതിന്റെ കൂട്ട് തന്നെ 32 റേസ് ടു 3/5 നമുക്ക് എങ്ങനെ എടുക്കാം? 32 റേസ് ടു 1/5 ദ ഹോൾ റേസ് ടു 3 എന്ന് എടുക്കാവേ. 32 റേസ് ടു 1/5 നമ്മൾ എന്ത് കണ്ടു? ഓൾറെഡി 2 എന്ന് കണ്ടു. 2 റേസ് ടു 3 8 വരുവേ. അത്രേ ഉള്ളൂ. 32 റേസ് ടു 4/5 16. അതേ രീതി ആലോചിച്ച് നോക്കി, അത് കിട്ടും. 32 റേസ് ടു 1 32. 32 റേസ് ടു 6/5 64. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രാക്ഷൻ വന്ന് കാണിച്ചിട്ടില്ലല്ലോ ഈ സൈഡിൽ. അപ്പൊ അതിന് വേണ്ടി കാണിക്കാനായിട്ടാണ്. ഓക്കെ, ഇപ്പൊ കത്തിയല്ല. ഇത്രയേ ഉള്ളൂ ഈ ലോഗ്. ഇനി ലോഗിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് അതിന്റെ ബേസ് സാധനങ്ങളാണ്. എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലോഗിന്റെ ഇക്വേഷൻസ് വേണ്ട. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞ ലോഗ് എ ബി ആ. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ഇക്വേഷൻ മാത്രം കണ്ടുവച്ചാൽ ഇത് എന്തുവാന്ന് നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ലോഗ് എ
മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആ. അതുപോലെ തന്നെ n ഇൻറ്റു ലോഗ് എ എന്ന് പറഞ്ഞാൽ ലോഗ് എ റേസ് ടു n ആ. ഇത് തിരിച്ചും ആപ്ലിക്കബിൾ ആ. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ റേസ് ടു n എന്ന് പറഞ്ഞാൽ n ലോഗ് എ. ഓക്കെ, ഇത്രയും മാത്രമാണ് അത് പറഞ്ഞുതരാം. ഇതെന്താന്ന് പറഞ്ഞുതരാം.